ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണമായിരിക്കും? അതും തുടങ്ങാൻ പോകുന്നത് ഒരു എയർലൈൻസ് ആണെങ്കിലോ? ലക്ഷങ്ങൾ, കോടികൾ. എന്നാൽ സ്വന്തമായി ഒരു പ്ലെയിൻ പോലും ഇല്ലാതെ ഏവിയേഷൻ ഇൻഡസ്ട്രിയായി യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു മനുഷ്യൻ വെറും $0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു എയർലൈൻസ് തുടങ്ങിയ കഥ കേട്ടാലോ? വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. വർഷം 1979. 28 വയസ്സുള്ള ബ്രിട്ടീഷ് ബിസിനസ്മാനായ റിച്ചാർഡ് ബ്രാൻസൺ കരീബിയൻ വെക്കേഷന് ശേഷം തൻ്റെ കാമുകിയായ ജോവാനെ കാണുവാനായി പ്യൂർട്ടോറിക്കോയിൽ നിന്ന് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തുന്നു. പക്ഷേ എയർപോർട്ടിലെത്തിയപ്പോഴാണ് റിച്ചാർഡിന് തൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് മനസ്സിലാകുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വിശദീകരണം പോലും നൽകാൻ തയ്യാറാകാതെ എയർലൈൻസ് കമ്പനിയും ക്ഷുഭിതരായി നിൽക്കുന്ന യാത്രക്കാരും. റിച്ചാർഡിനാണെങ്കിൽ യാത്രയൊട്ട് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. 16 വയസ്സ് മുതൽ ബിസിനസ് ചെയ്തു തുടങ്ങിയ ഒരു പക്കാ ബിസിനസ്സുകാരനായിരുന്നു റിച്ചാർഡ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ പോലെ അവിടെ സ്റ്റക്കായി കിടക്കാൻ മനസ്സിലായിരുന്നു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും മറികടക്കണമെന്ന് തീരുമാനിച്ച റിച്ചാർഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ഐഡിയ കടന്നു വന്നു. അദ്ദേഹം നേരെ അതേ എയർപോർട്ടിലുള്ള ഒരു പ്രൈവറ്റ് ചാർട്ടറെ കണ്ടുപിടിക്കുകയും അവരോട് സംസാരിച്ച് ഒരു ഫ്ലൈറ്റ് റെൻറ്റിനെടുക്കുകയും ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിലേക്കുള്ള തൻ്റെ യാത്ര ചാർട്ട് ചെയ്യുകയും ചെയ്തു. തിരിച്ച് എയർപോർട്ടിലെത്തിയ റിച്ചാർഡ് ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി: വിർജിൻ എയർവേസ്, $39 ടു ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സ്. ഇങ്ങനെ ഒരു ബോർഡ് കണ്ടതും അവിടെ കാത്തിരുന്ന എല്ലാവരും ജിമ്മിനെ സമീപിക്കുകയും നിമിഷ നേരം കൊണ്ട് ചുട്ടപ്പം പോലെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോവുകയും ചെയ്തു. അങ്ങനെ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. അതിൽ യാത്ര ചെയ്ത ഒരു പാസഞ്ചർ റിച്ചാർഡിനോട് തമാശ രൂപേണ പറഞ്ഞു: വിർജിൻ എയർവേസ് അത്ര മോശമൊന്നുമല്ല കേട്ടോ, സർവീസൊക്കെ ഒന്ന് ബെറ്റർ ആക്കിയാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നല്ല ഭാവി ഉണ്ടാകും. തമാശയ്ക്കാണ് അയാൾ അത് പറഞ്ഞതെങ്കിലും റിച്ചാർഡിൻ്റെ ഉള്ളിൽ നിന്ന് ആ വാക്കുകൾ മാഞ്ഞു പോയില്ല. കാരണം വിർജിൻ റെക്കോർഡ്സ് എന്ന തൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി അദ്ദേഹം പലപ്പോഴും വിമാനയാത്ര നടത്തുന്ന ഒരാളായിരുന്നു. എപ്പോഴും വിമാനയാത്ര റിച്ചാർഡിന് ഒരു നല്ല അനുഭവമായിരുന്നില്ല നൽകിയിരുന്നത്. എക്സ്പെൻസീവായ ടിക്കറ്റ്, പരിതാപകരമായ സർവീസ്, ഇതിനെല്ലാം പുറമെ മോശം ഫുഡും. ഒട്ടുമിക്ക എല്ലാ യാത്രക്കാർക്കും ഇതേ അനുഭവമായിരുന്നു അന്ന് എയർലൈൻസുകൾ നൽകിയിരുന്നത്. ശക്തമായ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തതിനാൽ വിമാന കമ്പനികൾ ഇതിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുത്തിരുന്നുമില്ല. ഇതൊക്കെ നന്നായി അറിയാമായിരുന്ന റിച്ചാർഡിൻ്റെ ഉള്ളിലേക്ക് ഒരു ചോദ്യം കടന്നു വന്നു: എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എയർലൈൻസ് എനിക്ക് തുടങ്ങിക്കൂടാ? പക്ഷേ ആ ഐഡിയ പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സ്വന്തമായി ഒരു എയർപ്ലെയിൻ പോലുമില്ല, ഏവിയേഷനിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മാത്രം സേവിങ്സും ഇല്ല. ഇതൊന്നുമില്ലാതെ എങ്ങനെ ഒരു എയർലൈൻസ് തുടങ്ങാം എന്ന് അദ്ദേഹം ആലോചിച്ചു. തനിക്ക് ഏറ്റവും ആവശ്യം ഒരു വിമാനമാണ്. പക്ഷേ യാതൊരു പരിചയമില്ലാത്ത ഒരു ബിസിനസ് ആയതുകൊണ്ട് സ്വന്തമായി ഒരു വിമാനം മേടിച്ചാൽ അതെങ്ങാനും ഫ്ലോപ്പായാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ വലുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു വിമാനം ലീസിനെടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതാകുമ്പോൾ ബിസിനസ് പൊട്ടിയാലും കാര്യമായി അഫക്റ്റ് ചെയ്തില്ല. അതിനായി അദ്ദേഹം നേരെ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിനെ വിളിച്ചു: എനിക്ക് നിങ്ങളുടെ ഒരു ജംബോ ജെറ്റ് വാടകയ്ക്ക് വേണം. ആവശ്യം കേട്ടത് ബോയിങ് എക്സിക്യൂട്ടീവ് കോൾ കട്ട് ചെയ്തു. പക്ഷേ റിച്ചാർഡ് വിട്ടുകൊടുക്കാതെ പിന്നെയും വിളിച്ചു. ശല്യം സഹിക്കാൻ വയ്യാതെ അവസാനം ഒഴിവാക്കാൻ എന്ന രീതിയിൽ അവർ അവരുടെ മാനേജർ RJ വിൽസണായി റിച്ചാർഡിനെ കണക്ട് ചെയ്തു. വിൽസണോട് റിച്ചാർഡ് ചോദിച്ചു: നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ബോയിങ് 747 വിമാനങ്ങളുണ്ടോ? അത് നിങ്ങൾക്ക് യാതൊരു ബിസിനസ്സും ജനറേറ്റ് ചെയ്യുന്നില്ല. എനിക്കത് ലീസിന് തന്നാൽ ഞാൻ ആ വിമാനങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കി തരാം. ഐഡിയ മോശമില്ല എന്ന് തോന്നിയ വിൽസൺ ഒരു വർഷത്തേക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബോയിങ് 747 റിച്ചാർഡിന് ലീസിന് കൊടുക്കുകയും ലീസ് കാലയളവിന് ശേഷം വിമാനം തിരിച്ചു മേടിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിർജിൻ അറ്റ്ലാന്റിക് എയർവേസ് ജനിച്ചു. പക്ഷേ മുന്നോട്ട് തനിക്ക് നേരിടാനുള്ളത് വലിയ പരീക്ഷണങ്ങളാണെന്ന് റിച്ചാർഡിന് അറിയാമായിരുന്നു. ലേക്കർ എയർവേസ് ഓണറായിരുന്ന സർ ഫ്രെഡി ലേക്കർ റിച്ചാർഡിനെ വാൺ ചെയ്തു: നിന്നെപ്പോലെ ഞാനും അഫോർഡബിൾ ആയൊരു വിമാനയാത്രയാണ് കൊടുത്തത്. പക്ഷേ എന്നെയും എൻ്റെ കമ്പനിയും അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് തുടച്ചു മാറ്റി, കടക്കാരനാക്കി. അവർ നിന്നെയും വെറുതെ വിടില്ല. സ്യൂ ദ ബാസ്റ്റേഴ്സ്. ഈ വാണിംഗ് റിച്ചാർഡ് വളരെ ഗൗരവത്തോടെ തന്നെ എടുത്തു. അങ്ങനെ ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിൽ ജൂൺ 22, 1984 ലണ്ടനിലെ ഗാറ്റ്വിക്കിൽ നിന്ന് അമേരിക്കയിലെ നെവാർക്കിലേക്കുള്ള ഫ്ലൈറ്റ് വഴി വിർജിൻ അറ്റ്ലാന്റിക് അവരുടെ സർവീസ് ആരംഭിച്ചു. പുഞ്ചിരിച്ച് യാത്രക്കാരെ സ്വീകരിക്കുന്ന ക്യാബിൻ ക്രൂ, ഫ്രണ്ട്ലി സർവീസ്, യാത്രാമധ്യേ ഫ്രീ ഐസ്ക്രീം, മികച്ച ഭക്ഷണം, ചരിത്രത്തിൽ ആദ്യമായി ഇക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പേഴ്സണൽ സീറ്റ് ബാക്ക് TV. യാത്ര എന്നതിലുപരി വിർജിൻ അറ്റ്ലാന്റിക് എല്ലാവർക്കും മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ വിർജിൻ അറ്റ്ലാന്റിക് ഒരു വിജയമായി മാറി. വിജയത്തിനോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും കൂടി. അക്കാലത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് എയർവേസ് വിർജിൻ അറ്റ്ലാന്റിക്കിനെ തകർക്കാനായി പല കളികളും കളിച്ചു. വിർജിനെ പറ്റി റൂമേഴ്സ് പറഞ്ഞു വരുത്തുക, അവരുടെ ഡേറ്റ ചോർത്തി പാസഞ്ചേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുക, അങ്ങനെ പലതും. ഇതിലൊന്നും പതറാതെ റിച്ചാർഡ് ബ്രിട്ടീഷ് എയർവേസിനെ നിയമയുദ്ധം കൊണ്ട് പൂട്ടി. 1993 അദ്ദേഹം യുദ്ധം ജയിക്കുകയും ചെയ്തു.
അന്നത്തെ ആ കോടതി വിധി ഇങ്ങനെയായിരുന്നു. ബ്രിട്ടീഷ് എയർവേസ് വിർജിൻ അറ്റ്ലാന്റിക്കിന് ലീഗൽ കോസ്റ്റായി 30 ലക്ഷം പൗണ്ടും റിച്ചാർഡിന് 5 ലക്ഷം പൗണ്ടും കമ്പനിക്ക് 1.1 ലക്ഷം പൗണ്ടും വീതം നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു ആ വിധി. നഷ്ടപരിഹാരമായി കിട്ടിയ തുക റിച്ചാർഡ് തൻ്റെ എല്ലാ എംപ്ലോയീസിനും BA ബോണസ് എന്ന പേരിൽ വീതിച്ചു നൽകി. എൻ്റെ തൊഴിലാളികളാണ് എൻ്റെ നട്ടിൽ, അവരില്ലെങ്കിൽ ഈ കമ്പനി ഇല്ല എന്ന് റിച്ചാർഡ് പറഞ്ഞു. 90കളിൽ വിർജിൻ അറ്റ്ലാന്റിക് എല്ലാവരുടെയും പ്രിയപ്പെട്ട എയർ സർവീസ് ആയിരുന്നു. ട്രഡീഷണൽ ബിസിനസ്സുകളുടെ എല്ലാ നിയമപുസ്തകങ്ങളും മാറ്റിക്കുറിച്ച് റിച്ചാർഡ് തൻ്റെ ഐഡിയ ഒരു ഗ്ലോബൽ സക്സസ് ആക്കി മാറ്റി. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം വിർജിൻ അറ്റ്ലാന്റിക് ഇന്നും തങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫേവറേറ്റ് എയർലൈൻസായി ആകാശത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത തവണ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനാകാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ അതിൽ വിധിയെ പഴിക്കാൻ നിൽക്കാതെ റിച്ചാർഡിനെ പോലെ സ്വന്തം വഴിവെട്ടി മുന്നോട്ട് പോകാൻ ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ദിസ് ഈസ് ക്യാപ്റ്റൻ ബ്രാൻഡ് സൈനിങ് ഓഫ്. Bye bye.